മക്കളെ നമസ്തേ. നമ്മളിന്ന് എടുക്കുന്നത് ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ ചാപ്റ്റർ അതിൻ്റെ ഒന്നാം ഭാഗമായിട്ടാണ് എടുക്കുന്നത്. പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 40 പ്രോക്തി മക്കളെ ജീവനിയാണ്. ജീവനി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം. ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്നതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുന്നത് കേട്ടോ. സ്വന്തമായിട്ട് എഴുതുന്നതിന് എന്ത് പറയും? ആത്മകഥ എന്ന് പറയും. ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം തന്നെയാണ് എഴുതുന്നതെങ്കിൽ അത് ആത്മകഥ എന്ന് പറയും, ഓട്ടോബയോഗ്രഫി എന്ന് പറയും. ഇത് ജീവനിയാണ്, ജീവചരിത്രമാണ്. മറ്റൊരാളാണ് എഴുതിയത്, ബയോഗ്രാഫി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ആരെക്കുറിച്ചാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ചാർലി ചാപ്ലിനെ കുറിച്ച് ഗീത് ചതുർവേദി എഴുതിയ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ്. പേര് സബ്സെ ബഡാ ഷോമാൻ, ഏറ്റവും വലിയ ഷോമാൻ എന്നാണ് പാഠത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. പ്രോക്തി ഒന്നുകൂടെ മാഷ് പറയാം. ജീവനിയാണ്, ജീവചരിത്രമാണ്. എഴുതിയത് ഗീത് ചതുർവേദിയാണ്. മഹാനായ ഒരു കലാകാരൻ ചാർലി ചാപ്ലിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അത് ചാർലി ചാപ്ലിനെ കുറിച്ച് ഒരു നിമിഷം നോക്കാം. ആരായിരുന്നു അദ്ദേഹം എന്നുള്ളത് മാഷ് വായിക്കുകയാണേ. പേജ് നമ്പർ 43 വരുന്നത്. चार्ली चैपलिन. सर चार्ल्स स्पेंसर चैपलिन का जन्म 16 अप्रैल 1879 को हुआ. चैपलिन विश्व के बड़े कलाकारों में एक है. वे हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. एक शिशु कलाकार से लेकर 88 वर्ष की आयु तक इस क्षेत्र में सक्रिय थे. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. उनकी मॉडर्न टाइम्स, द ग्रेट डिक्टेटर, द किड, सिटी लाइट्स, द सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. ഇത്രയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഷോർട്ട് പറയുന്നത്. നോക്കാം നമുക്ക്. സർ സ്പെൻസർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ का जन्म എപ്പോഴാണ് ജനിച്ചത്? 16 അപ്രിൽ 16 1889 അദ്ദേഹം ജനിക്കുന്നത്. में उनका जन्म हुआ. ചാപ്ലിൻ വിശ്വ के बड़े कलाकारों में से एक है. ലോകത്തിലെ തന്നെ വലിയ കലാകാരന്മാരിൽ ഒരാളാണ് ചാർലി ചാപ്ലിൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആക്ടർ ഇൻ ദ വേൾഡ്. അദ്ദേഹം ആരൊക്കെയാന്ന് നോക്കിക്കോളൂ. ഹാസ്യ അഭിനേത, ഒരു കൊമേഡിയനാണ്, കോമഡി ആക്ടറാണ്. ഫിലിം നിർദ്ദേശകർ മക്കളെ ഡയറക്ടർ, ഫിലിം ഡയറക്ടറാണ്, സംഗീതജ്ഞനാണ്, ഫിലിം നിർമ്മാത, ഫിലിം പ്രൊഡ്യൂസറാണ്. അധിക രൂപ മഷൂറായി എന്നുള്ള എല്ലാ മേഖലകളിലും മഷൂർ മീൻസ് പ്രസിദ്ധമാണ് മക്കളെ, വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. അപ്പോൾ സിംപ്ലി വി ക്യാൻ സേ, നമുക്ക് എന്ത് പറയാം? ചാർലി ചാപ്ലിൻ വാസ് എ വെർസറ്റൈൽ ജീനിയസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിലിം, സിനിമയുടെ ഒരു ഫീൽഡിൽ ഒരു വെർസറ്റൈൽ ജീനിയസ് ആയിരുന്നു, ബഹുമുഖ പ്രതിഭയായിരുന്നു ആര്? നമ്മുടെ ചാർലി ചാപ്ലിൻ. അമേരിക്കി സിനിമ के ക്ലാസിക്കൽ ഹോളിവുഡ് യുഗ് के प्रारंभ से, അമേരിക്കൻ സിനിമയുടെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിൻ്റെ തുടക്കം മുതൽ മധ്യത്തക്ക്, അതിൻ്റെ മധ്യഭാഗം വരെ ഉൻക യോഗ്ദാൻ രഹ, അദ്ദേഹത്തിൻ്റെ യോഗ്ദാനാർത്ഥം മക്കളെ സംഭാവനയുണ്ടായിരുന്നു. അപ്പോൾ ഫിലിമിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, സംഗീതജ്ഞനാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആര്? ചാർലി ചാപ്ലിൻ എന്ന് നമ്മൾ പറയുന്നതാണ്. അമേരിക്കൻ ഹോളിവുഡ് യുഗത്തിൻ്റെ പ്രാരംഭം മുതൽ, ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിൻ്റെ പ്രാരംഭം മുതൽ മധ്യഭാഗം വരെ നിറഞ്ഞു നിന്ന കലാകാരനായിരുന്നു ആര്? ചാർലി ചാപ്ലിൻ. ഏക് ശിശു കലാകാര സെലേക്കർ, ഒരു കുഞ്ഞ് കലാകാരനായി തുടങ്ങി 88 വർഷ की आयु तक 88 വയസ്സ് വരെ
വേ ഇസ് ക്ഷേത്രമേ, ഈ മേഖല, ക്ഷേത്രത്തെ മക്കളെ മേഖല, ഈ സിനിമയുടെ മേഖലയിൽ സക്രിയത്തെ, പൂർണ്ണമായും സക്രിയനായിരുന്നു അദ്ദേഹം. 88 വയസ്സ് വരെ, ഒരു ശിശു കലാകാരനിൽ തുടങ്ങി മരിക്കുന്നത് വരെ ആ ഫീൽഡിൽ നിറഞ്ഞു നിന്ന ആളായിരുന്നു അദ്ദേഹം. 25 दिसंबर 1977 को 25 दिसंबर 1977 ഇസ് മഹാൻ കലാകാർ കാ നിധൻ ഹുവ. നമ്മ വിട്ടുപിരിയുന്നത് എന്നാണ് അദ്ദേഹം 25 ഡിസംബർ 1977 അദ്ദേഹം മരിക്കുന്നത്. ഉൻകി മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദ കിഡ്, സിറ്റി ലൈറ്റ്സ്, ദ സർക്കസ്, ഈ പറഞ്ഞ ഫിലിമുകളൊക്കെ തന്നെ, ആദി എക്സെട്ര, കൈ ഫിലിമേ, അങ്ങനെയുള്ള ധാരാളം, കുറച്ച് ഫിലിമിൻ്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നമ്മൾ കണ്ട ഫിലിം ഉണ്ടാവും ചിലപ്പോഴും. വിശ്വഭർ കെ ലോക്, ലോകത്തുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് നമ്മൾ വരെ അദ്ദേഹത്തിൻ്റെ സിനിമ ധാരാളം കണ്ടിട്ടുണ്ട്. എത്രയോ തവണ, മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും പകുതിയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരിന്നും എന്ത് ചെയ്യുന്നു? അധ്യയൻ കേലിയെ, പഠിക്കാൻ വേണ്ടി, സിനിമയെക്കുറിച്ച് വ്യക്തമായുള്ളൊരു പഠനം നടത്തണമെങ്കിൽ ആരുടെ സിനിമ കണ്ടാൽ മതി? നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ സിനിമ കണ്ടാൽ മതി. ഓർ മനോരഞ്ജൻ കേലിയെ, എൻ്റർടൈൻമെൻറ്റ്, മനോരഞ്ജൻ നടത്തുന്ന മക്കളെ എൻ്റർടൈൻമെൻറ്റ്, അതിനുവേണ്ടിയും പഠിക്കാൻ വേണ്ടിയും ഇന്നും ആജ് ഭി ലോഗ് ഉൻകാ സിനിമ ദേഖ്തേ ഹെ, ഇന്നും അദ്ദേഹത്തിൻ്റെ സിനിമ കാണുന്നു. അപ്പം നമുക്ക് അദ്ദേഹം എന്ന് പറയുന്ന, ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന കലാകാരനെക്കുറിച്ച് വളരെ കൃത്യമായൊരു ബോധം കിട്ടി. ഒരു അഭിനേത മാത്രമല്ല, നിർദ്ദേശകനാണ്, അതായത് ഡയറക്ടറാണ്, ഫിലിം പ്രൊഡ്യൂസറാണ്, സംഗീതജ്ഞനാണ് എന്ന് വേണ്ട സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു സത്യജിത്ത് റായിനെയൊക്കെ ഉദാഹരണമായിട്ട് പറയാം. അപ്പം അതുപോലുള്ള, അതിനേക്കാളും ഒരുപക്ഷെ മഹാനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ആര്? സർ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ആൾ. 88 വയസ്സ് വരെ അദ്ദേഹം ഈ മേഖലയിൽ നിറഞ്ഞു നിന്നയാളാണ്. അങ്ങനെയുള്ള ചാപ്ലിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്, അല്ലെങ്കിൽ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ആരെഴുതിയിരിക്കുന്നത്? ഗീത് ചതുർവേദി നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 2 ചാപ്റ്റർ 2, അതിൻ്റെ പാർട്ട് 1 ഭാഗമാണ് മക്കളെ. സബ്സെ ബഡേ ഷോമൻ എന്നാണ് അതിൻ്റെ പേര്. പടം തുടങ്ങുന്നത് തന്നെ നോക്കിക്കോളൂ, അദ്ദേഹത്തിൻ്റെ ഒരു ലോകപ്രസിദ്ധമായ ഒരു വാക്യത്തോടു കൂടിയാണ്. ഏറ്റവും മുകളിൽ നമുക്കൊക്കെ കാണാൻ പറ്റും, ഏറ്റവും മുകളിൽ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ ഒരു കൊട്ടേഷൻ, ഒരു കോട്ട്. എന്താണെന്ന് നോക്കിക്കോളൂ മക്കളെ. മുझे बारिश में चलना पसंद है. ചാർലി ചാപ്ലിൻ പറഞ്ഞ വാക്കുകളാണ്. എനിക്ക് ബാരിഷ് മേ ചൽന, ബർസാത്ത് മേ ചൽന പസന്ത് ഹെ, എനിക്ക് മഴയിൽ നടക്കാൻ ഇഷ്ടമാണ്. എന്താ കാരണം? മേരെ ആസു, എൻ്റെ കണ്ണുനീർ, ജോ നെഹി ദേഖ് പാത്താ ഹെ കോയി, ആരും കാണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മഴയിൽ നടക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ മഹാനാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ സഹിച്ച, ജീവിതത്തിൽ കണ്ണുനീർ തൂകിയ ഒരു കലാകാരൻ കൂടിയായിരുന്നു ആര്? ചാർലി ചാപ്ലിൻ. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. വളരെ പ്രസിദ്ധമായൊരു കോട്ടാണിത്. മുझे बारिश में चलना पसंद है क्योंकि मेरा जो आंसू है, जो आंसू गिरता है वो दूसरा कोई नहीं देख सकते हैं, മറ്റാരും കാണില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രമുഖമായ വാക്യത്തോടെ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ, ഹെഡിങ് മാഷ് ഒന്നുകൂടെ വായിക്കാം മക്കളെ. സബ്സെ ബഡാ ഷോമാൻ നോക്കിക്കോളൂ. ഫസ്റ്റ് പാരഗ്രാഫ്. गाते गाते अचानक मां की आवाज फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने लगे. इस अभद्र शोर ने मां को स्टेज से हटने को मजबूर कर दिया. आद्यते पैराग्राफ. गाते गाते, गीत अर्थम मक्कळे पाट, गाना പാടുക. ഗാത്തെ ഗാത്തെ, പാടി പാടിക്കൊണ്ടിരിക്കെ, അചാനക്, അചാനക് മീൻസ് അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ പെട്ടെന്നോ അർത്ഥം എടുത്തോളൂ. അങ്ങനെ പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മാ കി ആവാസ്, അമ്മയുടെ ശബ്ദം, അമ്മ പാട്ട് പാടുകയാണേ, അമ്മയുടെ ശബ്ദം എന്തായി? ഫട്കർ, ഫട്ജാന, പൊട്ടിപ്പോവുക എന്ന്, ഇടറുക എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പെട്ടെന്ന് അമ്മയുടെ കണ്ടമിടറി,
പാട്ടിൻ്റെ ശബ്ദമിടറി ഫുസ് ഫുസാഹട്ട് മേ തബ്ദീലോ. എന്താ മക്കളെ ഫുസ് ഫുസാഹട്ട്? ഒരു പാടിക്കൊണ്ടിരിക്കുക ഒരു വെള്ളി വീഴുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ അർത്ഥം പാടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഈണമൊക്കെ തകർന്ന് ഒരു വല്ലാത്തൊരു സൗണ്ടിലേക്കായി മാറിപ്പോയി. പെട്ടെന്ന് മനോഹരമായി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് പതാ നഹീ ക്യാ ഹുവാ മാ കി ആവാസ് ഫുസ് ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. തബ്ദീൽ ഹോന മക്കളെ, ചേഞ്ച് ഹോന, മാറി. പെട്ടെന്ന് അമ്മയുടെ കണ്ടമിടറി, പാട്ട് ശരിയായില്ല, വല്ലാത്തൊരു ശബ്ദത്തിലേക്ക് അത് മാറി. ലോഗോं को लगा, ഓഡിയൻസ് ഉണ്ട്, ആളുകൾക്ക് എന്തു തോന്നി? कि മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗയി ഹെ. അങ്ങനെ വരാമല്ലോ, മൈക്കിൽ എന്തോ ഒരു ഖരാബി മീൻസ് ഖരാബ് ഹോന, തകരാറാവുക. എന്തോ പ്രശ്നം വന്നു, എന്തോ തകരാറ് വന്നു എന്ന് ആളുകൾ ആദ്യം ധരിച്ചു. മനോഹരമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നാണ് സംഭവിച്ചത്. പക്ഷേ ഫുസ് ഫുസാഹട്ട് ജാരി തീ. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ല, പാട്ട് ആകെ മോശമായി. ഒരു ഫുസ് ഫുസാഹട്ട് സൗണ്ടിലേക്ക്, ഒരു വിസിലിംഗ് സൗണ്ടിലേക്ക് പാട്ട് മാറിപ്പോകുന്നത് ശ്രോതാക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴോ ലോക് ചില്ലാനിലൊക്കെ സ്വാഭാവികം. നമ്മളെ കണ്ടിട്ടില്ലേ, ഈ ഗാനമേളയൊക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ജനങ്ങൾ അന്നേരം കൂക്കി വിളിക്കാൻ തുടങ്ങും. അമേരിക്കക്കാർ മോശമൊന്നുമല്ല കൂക്കി വിളിയിൽ, ഭയങ്കരമായിട്ട് കൂക്കി വിളിക്കാൻ തുടങ്ങി. ചില്ലാനിലേക്ക് ബഹളമുണ്ടാക്കുക. കൂക്കി വിളിക്കാൻ അർത്ഥം കൊടുക്കേണ്ട, ചില്ലാന ബഹളമുണ്ടാക്കുക, ഭയങ്കരമായിട്ടുള്ള ബഹളമുണ്ടാക്കി. കഹീസെ കുച്ച് ലോഗ്, ഇടയ്ക്ക് ചില വീരന്മാരുണ്ടാവില്ല, അവരെന്ത് ചെയ്യാൻ തുടങ്ങി? മ്യാവു മ്യാവു കി ആവാസ് നിക്കാലിലേക്ക്, പൂച്ച കരയുന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആകെ ബഹളമയമായി. പെട്ടെന്ന് പാട്ട് फुसफुसाहट में तब्दील हो गई. पहले तो लोगों को लगा कि माइक में कुछ खराबी आ गई होगी, लेकिन ये फुसफुसाहट जारी थी, खराबी जारी थी. तो लोग चिल्लाने लगे और कुछ लोग जो है उसमें म्याऊ म्याऊ की आवाज करने लगे. പൂച്ച കരയുന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയ ആളുകൾ. ഇസ് അഭദ്രഷോർ, ഈ അഭദ്രഷോർ സഹിക്കാൻ കഴിയാത്ത ഭീകരമായിട്ടുള്ള ഈ ഷോറർത്ഥം മക്കളെ ശബ്ദം, ഭയങ്കരമായ ആളുകളെ ബഹളം എന്തായി? ने माँ को स्टेज से हटने को मजबूर कर दिया. മജ്ബൂർ കർണാർത്ഥം മക്കളെ നിർബന്ധിതമാവുക. അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഹട്ന മാറാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പാട്ട് നിർത്തി അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. ക്യോ? കാരണം എന്തായിരുന്നു? क्योंकि लोग चिल्लाने लगे, लोग शोर करने लगे, कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे, तो सहने से भी ऊपर था, सह नहीं सकती थी, इसलिए वो अपने स्टेज छोड़कर बाहर निकलने में विवश हो गई या मजबूर हो गई. ഒരു രക്ഷയില്ലാതെ അമ്മ എന്ത് ചെയ്തു? സ്റ്റേജ് വിട്ടു പുറത്തേക്ക് വന്നു. അത്രയും ബഹളമാണ് അവിടെ നടന്നത്. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മാക്സിമം ഹിന്ദി തന്നെ പറയുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദിയുടെ ശബ്ദങ്ങൾ മക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും, ചെവിയിലൂടെ കേൾക്കും, ആ ശബ്ദം നമ്മളെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, तो पहले पैराग्राफ के अंदर, पहले खंड के अंदर ये बताया गया है कि माँ गा रही थी, बड़ी खूबसूरती से गा रही थी, लेकिन अचानक उनका शब्द टूट गया और फुसफुसाहट में तब्दील हो गई, चेंज हो गई. लोगों को पहले लगा कि माइक में थोड़ी खराबी आ गई होगी, लेकिन ये जारी रहा, ये फुसफुसाहट चलता रहा, तो लोग चिल्लाने लगे, कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे. इतने शोर हुआ कि माँ सह नहीं सकती थी, वो अपना गाना छोड़कर स्टेज से बाहर आ गई. രക്ഷയുമില്ലാതെ, and she was compelled to quit from the stage because of this roaring sound of the audience, the disturbing sound of the audience. ഓഡിയൻസിൻ്റെ ഡിസ്റ്റർബിങ് സൗണ്ട്. രക്ഷയില്ലാതെ അമ്മ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴോ ചാർലിക്കോ വഹ് അക്സർ, അമ്മ എന്ത് ചെയ്യാറുണ്ടെന്നറിയാം മക്കളെ? ചാർലി ചാപ്ലിൻകോ മാതാജി അക്സർ മീൻസ് ഓൾവേസ്, എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? അപ്പനെ സാത്ത് തിയേറ്റർ ലേ ജായ കർത്തി थी. അമ്മ എവിടെയൊക്കെ പാടാൻ വേണ്ടി പോകുന്നുവോ അവിടെയൊക്കെ ആരെയും കൊണ്ടുപോകാറുണ്ട്? നമ്മുടെ കുഞ്ഞ് ചാർലി ചാപ്ലിനെയും കൊണ്ടുപോകാറുണ്ട്. ഉസ് ദിൻ ഭി, ആ പ്രശ്നമുണ്ടായ ആ ദിവസവും എന്താണ്? പർദ്ദയ്ക്ക് പീछे, ആ കർട്ടൻ്റെ പിന്നിൽ നിന്നുകൊണ്ട്
खड़ा वह आवाज के तमाशे को देख रहा था. ആളുകളുടെ ബഹളവും ആ തമാശ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആര്? ചോട്ടാ ചാർലി ചാപ്ലിൻ പർദ്ദയ്ക്ക് പീച്ചെ ഖടേ ഹോക്കർ. പർദ്ദയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചാർലി ചാപ്ലിൻ ഈ ജനങ്ങളെ ബഹളവും കൂക്കി വിളിയും അമ്മ ഇറങ്ങി വരുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൻ. മാ और मैनेजर में बहस होते देखा. അങ്ങനെ താഴെ വന്ന സമയത്ത് ഈ പ്രോഗ്രാമിനൊക്കെ ഒരു മാനേജർ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഗാനമേളയായാലും എന്ത് പരിപാടിയായാലും അതിനൊരു സ്റ്റേജ് മാനേജറൊക്കെ ഉണ്ടാവും. ആ മാനേജറുമായിട്ട് അമ്മ എന്ത് ചെയ്യാണ്? ബഹസോന. എന്താ ബഹസോന? സംസാരിക്കുക അല്ലെങ്കിൽ തർക്കിക്കുക, വാഗ്വാദം നടത്തുക. അതാണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ്. അമ്മയും മാനേജറും കൂടിയുള്ള വാഗ്വാദം നടക്കുകയാണ്. വഹ് വഹാ ആകെയാ ചോട്ടാ ചാർലി ചാപ്ലിൻ വഹാ പहुंच. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഹീറ്റി കോൺവെർസേഷൻ, ഭയങ്കര ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നത് കണ്ട് ചാർലി ചാപ്ലിൻ മെല്ലെ അവിടേക്ക് വന്നു. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते हुए देखा था. ഈ പറഞ്ഞ മാനേജർ ഉണ്ടല്ലോ, അദ്ദേഹം ഇതിൻ്റെ മുമ്പ് എന്ത് കണ്ടിട്ടുണ്ട്? ചാർലി ചാപ്ലിനെ മാ കെ കുച്ച് ദോസ്തോ കെ സാമനെ, അമ്മയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അഭിനയ് കർത്തേ ഹുവേ ദേഖാ താ. ഈ കുഞ്ഞു ചെറിയ കുട്ടിയാണ്. അവൻ അമ്മയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കര അഭിനയമൊക്കെ കാണിക്കലുണ്ട്. ഇതാര് കണ്ടിട്ടുണ്ട്? മാനേജറിനെ പെഹലെ കബി ദേഖാ താ. എപ്പോഴോ ഇതിനു മുമ്പേ നമ്മുടെ മാനേജർ കണ്ടിട്ടുണ്ട്. और അത് എന്ത് ചെയ്തു? വാഹ് ഉസേ സ്റ്റേജ് पर भेजने को जिद करने लगे. അയാൾ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ മകനെ സ്റ്റേജിലേക്ക് അയക്കണം. ജിദ് കർണാർത്ഥം മക്കളെ ശാഠ്യം പിടിക്കുക. അയാൾ കമ്പൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല, തകരാറിലായി, പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾ ആരെ സ്റ്റേജിലേക്ക് അയക്കണം? ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന് അമ്മയോട് പറയാൻ തുടങ്ങി. ആര്? നമ്മുടെ മാനേജർ. ക്യോ? എന്തുകൊണ്ടാണ് പറയാൻ കാരണം? क्योंकि मैनेजर ने पहले कभी देखा था छोटे चार्ली चैप्लिन को अभिनय करते हुए. ചെറിയ ചാർലി ചാപ്ലിൻ അഭിനയിക്കുന്നത് നേരത്തെ മാനേജർ കണ്ടിട്ടുണ്ട്. ആരുടെ മുന്നിൽ? മാ കെ കുച്ച് ദോസ്തോ കെ സാമനെ, അമ്മയുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, ആരെ അയക്കണം? നമ്മുടെ ചാർലി ചാപ്ലിനെ അയക്കണം എന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യാൻ തുടങ്ങി അമ്മയെ. മാ ഡർ ഗയി. അമ്മ പേടിച്ചു പോയി. കാരണം എന്താ? ഈ ബഹളം നടക്കുന്ന സ്റ്റേജിലേക്കാണ് അയക്കാൻ പറയുന്നത്. 5 साल का बच्चा और चार्ली चैप्लिन को उस समय का उम्र था सिर्फ 5 साल. വെറും 5 വയസ്സ് പ്രായമുള്ള ഈ ചാർലി ചാപ്ലിനെ ഉസ് ഉഗ്ര ഭീഡ് കോ ജയിൽ പായേഗ. ഈ ഉപദ്രവമുണ്ടാക്കുന്ന ഈ ഭീഡ് ആൾക്കൂട്ടത്തിൽ ക്യാ വോ ജയിൽ പായേഗ, അതിനെ അവന് ജയിലിനെ സഹിക്കാൻ കഴിയുമോ എന്നാണ് അമ്മ ഭയപ്പെട്ടു പോയത്. ബട്ട് ആ സമയത്ത് മാനേജർ എന്ത് പറയാണ്? മാനേജർ സ്റ്റിൽ കമ്പലിംഗ് ടു സെൻഡ് ദ ലിറ്റിൽ ചൈൽഡ് ടു ദ സ്റ്റേജ്. ഈ ചെറിയ കുട്ടി അയക്കണം എന്ന് അയാൾ വാശി പിടിക്കുക. രക്ഷയില്ല, നിങ്ങൾ അയച്ചേ പറ്റൂ എന്ന് പറഞ്ഞ അമ്മയും മാനേജറും തമ്മിലുള്ള വലിയൊരു വാഗ്വാദം നടക്കുകയാണ്. ഇത് നടക്കുന്ന സമയത്ത് ആരുണ്ട് അവിടെ? ചാർലി ചാപ്ലിനുമുണ്ട്. കിത്തനെ സാൽ കാ ബച്ചാ ഹൈ? സിർഫ് 5 साल का छोटा बच्चा. വെറും 5 വയസ്സുള്ള കുഞ്ഞു ചാർലി ചാപ്ലിൻ. और सामने है ऑडियंस उग्र भीड़ जो हल्ला कर रहा है और म्याऊ म्याऊ की आवाज करने लगा है. बहुत हल्ला हो रहा है, शोर हो रहा है. और उनके सामने ये सिर्फ 5 साल का छोटा बच्चा कैसे जाएगा? माँ डर गई. അമ്മ പേടിച്ചു പോയി. എങ്ങനെയാ കുഞ്ഞിനെ അയക്കുക? മാനേജർ വിടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണ്. ബഹുത് മുബാഹിസ കെ ബാദ്. മുബാഹിസ അർത്ഥം മക്കളെ നമുക്കിത് ക്വാറലെന്നോ അല്ലെങ്കിൽ തർക്കം എന്നൊക്കെ പറയാം. വളരെ നേരത്തെ തർക്കത്തിന് അല്ലെങ്കിൽ വാഗ്വാദത്തിന് ശേഷം अंत में चार्ली को സ്റ്റേജ് पर ले गई. അവസാനം ഒരു രക്ഷയും കിട്ടിയില്ല. അമ്മ എന്തു ചെയ്തു? ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. कितने साल का बच्चा है? 5 साल का बच्चा. और सामने है उपद्र भीड़ जो शोर कर रहा है, म्याऊ म्याऊ की आवाज निकालने लगा है, कुछ हल्ला हो रहा है, शोर हो रहा है. और उनके सामने छोटे नन्हे मुन्ने बच्चे को, 5 साल का बच्चे को ले गया मां. और
माँ ने कहा बचाव के कुछ शब्द कह उसे अकेला छोड़ाया. നമ്മളെ ബച്ചാനെ രക്ഷിക്കുക എന്നർത്ഥം. അപ്പോൾ അവനെ ഒന്ന് കാക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റും ചെയ്ത്, ജനങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റും ചെയ്ത് അമ്മ തിരിച്ചു വന്നു. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഈ നമ്മളെ ഈ ഓർക്കസ്ട്രയ്ക്കൊക്കെ ഗാനമേളയ്ക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേജ് മാനേജർ ഒന്ന് പറയും, കൊച്ചുകുട്ടിയാണ്, മാത്രമല്ല ആദ്യത്തെ സ്റ്റേജാണ്, അതുകൊണ്ട് വല്ല തെറ്റുകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ജനങ്ങളോട് അനൗൺസ് ചെയ്യും അല്ലേ. അത് തന്നെ ഇവിടെയും നടന്നത്. അമ്മ അങ്ങനെ ഉസ്കോ ഛോട്ടെ ബച്ചേക്കോ ബച്ചാനേക്കിലെ കുച്ച് ശബ്ദ കഹക്കാർ എന്തൊക്കെയോ കുറച്ച് പറഞ്ഞ് ഉസ്കോ അക്കേലാർത്ഥം ഒറ്റയ്ക്ക് ലോൺലി, അവനെ ഒറ്റയ്ക്ക് സ്റ്റേജിൽ വിട്ട് അമ്മ തിരിച്ചു വന്നു. और कितने साल का बच्चा है? 5 साल का बच्चा है. और सामने कौन है? मुन्निल आराळത് उबद्र भीड़ हल्ला कर रहा है, म्याऊ म्याऊ की आवाज करने लगे हैं. उनके सामने अब अकेला ये 5 साल का चार्ली चैपलिन खड़ा है. ഒറ്റയ്ക്ക് അവൻ നിൽക്കുകയാണ് സ്റ്റേജിൽ. धुएं के उड़ते हुए छल्लों के बीच, ധുവാർത്ഥം മക്കളെ നമുക്കറിയാം, സ്മോക്ക് പുക. ആ സ്റ്റേജിൽ ഈ പുകയുടെ കുറ്റികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ധുവോക്ക് ഉടുത്തേ ഹുവേ ഛല്ലോക്കെ ബീച്ച് മേ, ആ പുക ചുരുളുകൾക്കൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ചാർലിനെ എന്തു ചെയ്തു ആ കുട്ടി? മഹഷൂർ ഗീത്, ആ കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട്. എന്താ പാട്ട്? ജാക്ക് ജോൺസ് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ജാക്ക് ജോൺസ് എന്ന് തുടങ്ങുന്ന ആ കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ ആ പാട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗാന ശുരു കിയ, പാടാൻ തുടങ്ങി. എത്ര വയസ്സുണ്ട്? മാഷ് പറഞ്ഞ പോലെ 5 വയസ്സ്. സാമനെ കോൻ ബൈഠേ ഹെ? മര്യാദയ്ക്കിരിക്കുന്ന ആളുകളാണോ മുന്നിലുള്ളത്? അല്ല, ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ. चार्ली चैपलिन ने गाना शुरू कर दिया. उस समय का मशहूर गाना था जैक जॉन्स. वो जैक जॉन्स का गाना शुरू कर दिया. कुछ देर तक അദ്ദേഹം പാട്ടൊക്കെ തുടങ്ങി. കുറച്ച് സമയം വരെ, കുച്ച് ദേർ തക്ക്, ദേർ അർത്ഥം മക്കളെ സമയമല്ലേ, കുറച്ച് നേരം വരെ എന്ത് സംഭവിച്ചു? ഓർക്കസ്ട്ര വാലെ, പാട്ടിൻ്റെ കൂടെ എന്തുണ്ടാവും? ഈ തബല, ഗിറ്റാർ, ഹാർമോണിയം കാര്യങ്ങളൊക്കെ ഓർക്കസ്ട്ര ഉണ്ടാവുമല്ലോ. അവരെന്താക്കി? उसकी आवाज में उस गाने की धुन तलाशने लगे. തലാഷിൻ്റെ അർത്ഥം മക്കളെ തിരയുക. അവൻ്റെ പാട്ടിനകത്ത് ഉസ് ഗാനമേ ഉസ്കി ധുൻ, അതിൻ്റെ ഈണം ചേരാൻ വേണ്ടി അവരിങ്ങനെ പാടുവിട്ടു. കാരണം പാട്ട് ഒരു വഴിക്ക് പോകുന്നു, ചുരുക്കം പറഞ്ഞാൽ ഓർക്കസ്ട്ര വേറൊരു വഴിക്ക് പോകുന്നു. ഇത് രണ്ടും കൂടി അങ്ങ് ചേരുന്നില്ല. സാധാരണ പാട്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ആ പാട്ടിനൊത്തിട്ടുള്ള ഓർക്കസ്ട്ര ഉണ്ടാവുക, അങ്ങനെയല്ലേ? അതല്ലേ അതിൻ്റെ ഭംഗി. ഇവിടെ വെച്ചടിക്കുകയാണ് നമ്മളെ ചാർലി ചാപ്ലിൻ, മനോഹരമായിട്ട് പാടുന്നുണ്ട്. പക്ഷേ ഓർക്കസ്ട്രക്കാർക്ക് അതിൻ്റെ ട്യൂണ് കിട്ടുന്നില്ല, അവർ മറ്റൊരു വഴിക്ക് പോയി. തലാസ്തെരഹേ, എങ്ങനെയാണ് ഇതിനൊന്ന് അടിച്ചിട്ട് സെറ്റാക്കി വെക്കുക? ഇപ്പോൾ പാട്ടൊക്കെ മക്കളെ ചില സമയത്ത് പാട്ടൊക്കെ ചെറുങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അടിച്ച് ശരിയാക്കി ഇട്ടുക്കും ഓർക്കസ്ട്രക്കാർ. ഭയങ്കര കഴിവുള്ള ആളുകളാണ് അവർ. അപ്പം രണ്ടും കൂടി ചേർന്നാലാണ് പാട്ടങ്ങ് ഉഷാറാവുക. ഇവിടെ കുറച്ച് നേരം വരെ പാട്ട് പോയി ഒരു വഴിക്ക്, ഓർക്കസ്ട്രക്കാർ മറ്റൊരു വഴിക്കും പോയി. അവർ തിരയുക എങ്ങനെയാണ് ഇതൊന്നും ഇവൻ്റെ ഈണത്തും പിടിച്ചെടുക്കുക എന്നും പറഞ്ഞ് തിരഞ്ഞു. ഓർ വൈ ജൈസേ ഹി മിലി, അങ്ങനെ അവസാനം ഓർക്കസ്ട്രക്കാർക്ക് ഇവൻ്റെ ഈണം കിട്ടി, ചേർന്നു. ഗാനാ സജ്നേ ലഗാ, ആഹാ പാട്ടുണ്ടാവാൻ തുടങ്ങി. എന്താ മക്കളെ? സജാന അർത്ഥം അലങ്കരിക്കുക, സജ്ന അലങ്കൃതമായി ആ പാട്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദ സോങ് ബിക്കം വെരി ബ്യൂട്ടിഫുൾ വെൻ ദ ഓർക്കസ്ട്ര ടീം ഗെറ്റ് ദ ട്യൂൺ ഓഫ് ദ സിംഗർ. പാട്ടുകാരൻ്റെ ട്യൂണ് ആ ഓർക്കസ്ട്രക്കാർ കിട്ടിയ സമയത്ത് അതിനുശേഷം പാട്ട് അതിമനോഹരമായി തീർന്നു എന്ന് പറഞ്ഞാൽ ഗംഭീരമായ പാട്ടായി. അതും പാടുന്ന ഏത് പാട്ടാണ്? ആ കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജാക്ക് ജോൺസ് പാട്ടാണ് നമ്മുടെ ചാപ്ലിൻ തുടങ്ങിയത്. ആൻഡ് ഹി വാസ് ഓൺലി 5 years old അറ്റ് ദറ്റ് ടൈം. ആ സമയത്ത് വെറും 5 വയസ്സ് മാത്രമേ കുട്ടിന് പ്രായമുള്ളൂ. വെൻ ദ ഓർക്കസ്ട്ര ടീം ഗോട്ട് ദ ട്യൂൺ ഓഫ് ദ സോങ്ങിൻ്റെ ആ ട്യൂണ് കിട്ടിയ സമയത്ത് ദെൻ ദ സോങ് ബിക്കം വെരി ബ്യൂട്ടിഫുൾ.
വളരെ വളരെ മനോഹരമായി ബഹുത് സുന്ദർ ഗാന ഹുവാ, ബഹുത് സുന്ദർ ഗീത് ഹുവാ और लोगों ने खड़ा होकर देखता रहा. ജനങ്ങൾ ഇനി നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് മക്കളെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അമ്മയെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ അമ്മ നിർബന്ധിതയാവുന്നു. ആ സമയത്ത് അമ്മയ്ക്ക് രക്ഷയില്ലാതെ അമ്മയുടെ ശബ്ദം പൊട്ടി അമ്മ പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് മാനേജറുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സംവാദം നടക്കുന്നു. അതിനുശേഷം മാനേജറുടെ നിർബന്ധപ്രകാരം ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് വെറും 5 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മാനേജർ ഇങ്ങനെ പറയാൻ കാരണം നേരത്തെ എപ്പോഴോ മാനേജർ കണ്ടിട്ടുണ്ടെന്ന് ചാർലി ചാപ്ലിനെ അഭിനയിക്കുന്നതൊക്കെ. അങ്ങനെ ഈ കുഞ്ഞ് ചാപ്ലിനെ അവിടെ സ്റ്റേജിൽ കൊണ്ടുപോയി അമ്മ തിരിച്ചു വന്നു. അതിനുശേഷം അവനൊരു മനോഹരമായ പാട്ട് പാടി. ആദ്യമൊക്കെ പാട്ടും താളവും 2 വഴിക്ക് പോയെങ്കിലും പിന്നീട് 2 മൊത്ത സമയത്ത് മനോഹരമായ ഒരു പാട്ടായി അത് മാറി എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഈ ഒരു 3 പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതിഗംഭീരമായ പാട്ടായി മാറി. ഗാന ഇത്നാ അച്ഛാ ഹുവാ കി പൂछो മത്, ചോദിക്കണ്ട, അത്രയും മനോഹരമായി. तो माँ के बारे में भी बताया गया और 5 साल का छोटा चार्ली चैपलिन को बताया गया. और चार्ली चैपलिन अपनी ज़िंदगी में पहली बार उस स्टेज पे गया और एक सुंदर गाना शुरू कर दिया. और पहले तो गाना एक तरफ जा रहा था, ऑर्केस्ट्रा दूसरी तरफ जा रहा था. जब ये दोनों मिलकर एक होकर जब गाने लगा तो गाना इतना सुंदर हुआ कि लोगों का अब देखो उनके क्या പ്രതീക്ഷ होते हैं. ഇതാണ് മക്കളെ ഇത്തരം. ഇനി നെക്സ്റ്റ് ഒരൊറ്റ പാർട്ടോടുകൂടി, രണ്ടാമത്തെ സമയം അധികം എടുക്കുന്നില്ല മാഷ്, പാർട്ടോടുകൂടി നമ്മൾ ഇത് അവസാനിപ്പിക്കും ഈ പാഠം. അപ്പോൾ ഈ വന്ന ചെറിയൊരു ഭാഗത്ത് വന്ന 2 ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഒന്നുണ്ട് മക്കളെ, इस उपद्रशोर ने माँ को स्टेज से हटने को मजबूर कर दिया. उस समय माँ की हालत कैसी होगी? ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അമ്മയ്ക്ക് പുറത്തേക്ക് വരേണ്ടി വന്നു, നിർബന്ധിതയായ അമ്മ വരേണ്ടി വന്നു. ആ സമയത്ത് മാക്കി ഹാലാത്ത്, അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് എഴുതണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, 5 साल का ചാർലി സ്റ്റേജ് पर अकेला था. 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. ഉസ് സമയം ചാർലിനെ ക്യാ സോച്ചാ ഹോഗ, ആ സമയത്ത് നമ്മുടെ ചാർലി ചാപ്ലിൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് 2 ചോദ്യങ്ങൾ. നമുക്കതിൻ്റെ ഉത്തരം എഴുതണം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ എടുത്തത് വരെ വന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ. ഓക്കെ. അപ്പം അടുത്ത നെക്സ്റ്റ് ഒരു പാർട്ടോടുകൂടി ഈ പാഠം നമ്മുടേത് തീരുന്നതായിരിക്കും. വളരെ രസകരമായ പാഠമാണ്. മാത്രവുമല്ല ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പാഠവും കൂടിയാണ് നമുക്ക്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.